ഇതൊക്കെ ഡിസൈൻ ചെയ്തതാരാ? ഇത് വാങ്ങിയതാ, റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് ഇതൊക്കെ. നമ്മള് പറഞ്ഞില്ലേ എന്ത് ക്യാമറ ഉള്ള പോലെ തന്നെ എല്ലായിടത്തും ഈ മിറർ ഉണ്ട്. ഇടയ്ക്ക് പോയിട്ട് സിനിമ ആൾക്കാർക്ക് അല്ലെങ്കിലും എല്ലാവർക്കും നമുക്കൊക്കെ ഒന്ന് കണ്ണാടി നോക്കിയില്ലെങ്കിൽ പെൺകുട്ടിയൊക്കെ ഫുള്ള് ഇതിനും ഞാൻ എടുത്തെടുത്ത് ഗോൾഡൻ ടച്ച് എന്ന് പറയുന്നില്ല. ഇനി ഇവിടെ വല്ലതും വന്നാലോ അല്ലെ. മിക്കവാറും ഈ ഇന്റർവ്യൂ പുറത്തു വന്ന് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ റെയ്ഡ് എന്താ പറയാ. പിന്നെ ഇതാ ഈ ഒരു വാൾപേപ്പേഴ്സ് ഒക്കെ ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ ചെയ്യിച്ചതാണ്. ചില ആൾക്കാർ പറയും ഇത് ഭയങ്കര ഓവർ ആണല്ലോ വീട്ടിലെന്ന്. ബട്ട് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ആരത്? അനുഷ്ക ശർമ്മയോ? അയ്യോ എനിക്ക് വയ്യ. ഇന്ന് എനിക്ക് ഫുഡൊന്നും വേണ്ട കേട്ടോ. എന്റെ സൈസ് കണ്ടിട്ട് വേറെതാണ്. അനുഷ്കാന്നൊക്കെ പറയുമ്പോ അല്ലെ ഈ സൈസ് ഇല്ലല്ലോ അന്നത്തെ സൈസ്. എപ്പോഴാണോ ഈ സൈസ് ഒക്കെ എത്തുമല്ലേ? ഞാൻ അതാണ് വിചാരിക്കുന്നത്. അതുപോലെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പെട്ടെന്ന് ഞെട്ടിച്ചുകൊണ്ടൊരു ഇത് വരും പോസ്റ്റ്. ആഫ്റ്റർ ഡെലിവറി, ബിഫോർ ഡെലിവറി. അതുപോലെ മെലിയും ചെയ്യുമല്ലോ നിങ്ങൾ. ചെയ്യണ്ടേ? നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. എല്ലാ നടിമാർക്കും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ എല്ലാ നടിമാരെ പോലെ ഞാൻ ആവോന്ന് എന്റെ പേടി. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിങ്ങനെ പറയും, ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറയും, എടാ ഞാനിപ്പോ ഡെലിവറി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പം തന്നെ അവള് പറയും ആലിയ ഭട്ടും ഡെലിവറി ഒക്കെ കഴിഞ്ഞതാ, അപ്പൊ അവൾക്ക് മെലിയാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നിനക്കെന്താ മെലിഞ്ഞാലെന്ന്. പക്ഷെ ഞങ്ങള് കണ്ണൂക്കാര് മലബാരീസ് ഭക്ഷണോ വേണ്ടി മാത്രം ജനിച്ച ആൾക്കാരാണ്. നമ്മളെ കേരളത്തിലെ ആൾക്കാരെ കൂടെ നോർത്ത് ഇന്ത്യൻസിന് കൂട്ടാനേ അല്ലേ? സത്യം. അവരെന്തായിരുന്നു ചപ്പാത്തി ഒക്കെ, നമുക്ക് ചോറില്ലാതെ കേട്ടോ. ഞാനിപ്പോ 6 months ഒക്കെ അല്ലേ ആയിട്ടില്ല. ഇങ്ങനെ സങ്കടപ്പെടുത്തി. ഇതിപ്പോ എന്റെ 4ാമത്തെ ഡ്രസ്സാണ് ഞാൻ മാറ്റിയത്. ഒന്നും കയറുന്നില്ല. ലാസ്റ്റ് കിട്ടിയതിൽ ഏറ്റവും വലുതാണ്. പഠിച്ചപ്പോഴും എനിക്ക് പേഴ്സണലി ഇഷ്ടം. നല്ല ചബ്ബി. എന്തായാലും പുള്ളിക്കാരിക്ക് സ്പെഷ്യൽ ചോക്ലേറ്റ് ഞാൻ മേലെ കയറി കഴിയുമ്പോൾ വാങ്ങിച്ചു. ഗൾഫല്ലേ നിങ്ങളുടെ? ദുബായിത്തതല്ലേ? ദുബായിൽ ചോക്ലേറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇവിടുന്നതാ? ഇത് ഏതോ ഒരു മൊഞ്ചത്തി. ഇത് എന്റെ ആദ്യത്തെ ഒരു പർദ്ദക്ക് വേണ്ടി ചെയ്ത ഒരു ഫോട്ടോഷൂട്ടാണ്. ഇത് ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. സ്കൂളിൽ പഠിക്കുമ്പോ അവിടെ ഇവിടെ നമ്മൾ ഒരു വ്യത്യാസം ഇല്ലെന്നാ. അന്ന് ഞാൻ വണ്ണമുണ്ട്, ആ സമയത്ത് വണ്ണമുള്ളത്. പക്ഷെ അത് ഇതുപോലെ തന്നെ ഉണ്ട്. 8ാം ക്ലാസ് വരെ 13 വയസ്സ്. ആ വയസ്സുള്ള ഇപ്പൊ വയസ്സുള്ള ഒരേപോലെ ഉണ്ടെന്ന് പറയുമ്പോ ഞാൻ ഇന്നൊരു ചാക്ക് ചോക്ലേറ്റ് വേണ്ട ഇവിടെ. ഇതെന്റെ ആദ്യത്തെ പോർട്ട്ഫോളിയോ. ഞാൻ ആകെ ഒരു പോർട്ട്ഫോളിയോ ചെയ്തിട്ടുള്ളൂ. മുനിയാണ്ടി വിലങ്കിൽ ആ സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു 14-15 years പഴക്കമുള്ള ഫോട്ടോ ആണിത്. 14 വർഷം ഷംന. അത് കുറച്ചൊരു ചേഞ്ച് ഉണ്ട്. അതെ, അന്ന് എല്ലാവരും പറയും ഹോട്ട് ഷംന എന്ന് പറയുമ്പോൾ ഇപ്പോഴും പറയുന്നു ആണല്ലേ. ഇക്കാന്ന് പറഞ്ഞോണ്ട് നിങ്ങളെ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കാണണം. ദുബായിലായ ഹസ്ബൻഡിനെ എപ്പോഴും നെഞ്ചോട് ചേർത്തിരിക്കാനാണോ? നെഞ്ചോട് ചേർത്ത് വെക്കാൻ വേണ്ടി ഇക്ക കാണിച്ചെടുക്കും. ഇക്ക ഇതാണ് എന്റെ ഇക്ക. എവിടെ ഇക്ക?